ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷയിൽ നാലാമതായിട്ട് പുറത്തു പോകുന്ന വ്യക്തി നമ്മുടെ റാഷയാണ്. റാഷ പുറത്തു പോകുന്നതിന് മുമ്പായിട്ട് കുറേയേറെ ആർഗ്യുമെന്റ്സും ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. താൻ പുറത്താവുകയാണെങ്കിൽ ആരെയാണ് ബ്ലെയിം ചെയ്യുക എന്ന് ജഡ്ജസ് ചോദിച്ചപ്പോൾ തൻ്റെ ടീം ക്യാപ്റ്റനായ അഭിറാമിനെയാണ് ബ്ലെയിം ചെയ്യുക എന്നാണ് റാഷ പറഞ്ഞത് കേട്ടോ. എന്നാൽ ഇവിടെ അഖിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. റാഷ പുറത്തായത് ടാസ്കിന്റെ മാത്രം അടിസ്ഥാനത്തിലല്ലെന്നാണ് അഖിൽ ഇവിടെ പറയുന്നത് കേട്ടോ. കഴിഞ്ഞ 2-3 ദിവസത്തെ പ്രകടനം ജഡ്ജസ് വിലയിരുത്തിയതിനു ശേഷമാണ് റാഷയെ പുറത്താക്കാനുള്ള തീരുമാനം എടുത്തതെന്നാണ് അഖിൽ പറയുന്നത്. ഒരു ടാസ്കിൽ തോറ്റത് കൊണ്ടാണ് റാഷയുടെ ടീം എലിമിനേഷൻ നേരിടേണ്ടി വന്നത് എന്നത് ഒരു വസ്തുതയാണ്. പക്ഷേ മത്സരാർത്ഥികൾ പുറത്താകുന്നത് കേവലം ഒരു ടാസ്കിന്റെ പ്രകടനം നോക്കി മാത്രമല്ല കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ മൊത്തത്തിലുള്ള പ്രകടനം കൂടി വിലയിരുത്തിയാണ് ജഡ്ജസ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അഖിൽ ഉൾപ്പെടെയുള്ള ജഡ്ജസ് ഇത് തന്നെയാണ് റാഷയോട് അവിടെ ഇരുന്ന് സംസാരിക്കുകയും ചെയ്യുന്നത്. റാഷിക്ക് അഗ്നിപരീക്ഷയിൽ നിന്ന് പുറത്തു പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു കേട്ടോ. ഒരവസരം കൂടി കിട്ടുമോ, തന്നെ പുറത്താക്കാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള രീതിയിൽ റാഷ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ബിഗ് ബോസ് അഗ്നിപരീക്ഷയിൽ അവസരങ്ങൾ വളരെ പരിമിതമാണ് കേട്ടോ. കിട്ടുന്ന അവസരം പരമാവധി ഉപയോഗിക്കുക എന്നല്ലാതെ ഒരു പ്രതീക്ഷകളുമായിട്ട് അവിടെ നിൽക്കാൻ സാധിക്കില്ല എന്നത് വാസ്തവമുള്ള കാര്യമാണ്. കാരണം ഇത്തരൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് തന്നെ പലർക്കും വലിയൊരു ഭാഗ്യമാണ് കേട്ടോ. ബിഗ് ബോസ് മലയാളം സീസൺ 8 കയറാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അഗ്നിപരീക്ഷയിലൂടെ ഈ 40ഓളം മത്സരാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്നത്. അഗ്നിപരീക്ഷയിൽ വിജയിച്ചാൽ മാത്രമേ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ആവറേജ് പെർഫോമൻസോ ഒരു ഓർഡിനറി പെർഫോമൻസോ ഒന്നും മതിയാകത്തില്ല. എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഇവിടെ അത്യാവശ്യമാണ് കേട്ടോ. അങ്ങനെയുള്ള മത്സരാർത്ഥികൾക്ക് മാത്രമേ ബിഗ് ബോസ് മലയാളം സീസൺ 8 എത്താൻ സാധിക്കുകയുള്ളൂ. ഒരു ആവറേജ് പെർഫോമൻസ് കൊണ്ട് അഗ്നിപരീക്ഷയിൽ മുന്നോട്ട് പോകാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് ശരിക്കും മണ്ടത്തരായി പോകും കേട്ടോ. ഇനി പല മത്സരാർത്ഥികളും ഈ ഒരു കാര്യം പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. ഓരോ ടാസ്കിലും ഓരോ നിമിഷത്തിലും തങ്ങളുടെ കഴിവ് തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. കാരണം ഇവിടെ ഏത് നിമിഷം പുറത്തു പോകാം കേട്ടോ. എന്തായാലും റാഷയുടെ ബിഗ് ബോസ് മലയാളം സീസൺ 8 ഒരു യാത്ര ഇവിടെ അഗ്നിപരീക്ഷയിലൂടെ തന്നെ അവസാനിച്ചിരിക്കുകയാണ്. ബിഗ് ബോസ് വീട്ടിലേക്ക് കയറാനുള്ള വലിയൊരു അവസരം ലഭിച്ചിട്ടും അത് സ്വന്തമാക്കാൻ ആവശ്യമായ പ്രകടനം പുറത്തെടുക്കാൻ കഴിയാതെ പോയതാണ് റാഷയുടെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കാൻ കാരണം കേട്ടോ. അഗ്നിപരീക്ഷയിൽ ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് റാഷയുടെ പുറത്താക്കൽ വലിയൊരു മുന്നറിയിപ്പ് കൂടിയാണ്. ഇവിടെ ശരാശരി പ്രകടനം പോരാ, ഓരോ അവസരവും അവർക്ക് ഏറ്റവും പരമാവധി ഉപയോഗിച്ചു മികച്ച പ്രകടനം തന്നെയാണ് ഇവിടെ വേണ്ടത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു എവിക്ഷന് ശേഷം മറ്റുള്ള മത്സരാർത്ഥികൾ എങ്ങനെ മുന്നോട്ട് പോകും നമുക്ക് കണ്ടു തന്നെ അറിയാം കേട്ടോ.